നിസ്കാരത്തിന്റെ മഹത്വം നാം അറിയണം സഹോദരന്മാരെ. എന്താണ് നിസ്കാരം എന്നുള്ളത്, ആ നിസ്കാരത്തെ നാം അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ മനസ്സ് നമ്മൾ പാകപ്പെടണം. നിസ്കാരവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നാം അറിയണം. എന്നാലേ നമുക്ക് അതിന്റെ മഹത്വം നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ഒരൊറ്റൊരു വിഷയം മാത്രം പറഞ്ഞുകൊണ്ട്, ഒരൊറ്റൊരു ചരിത്രം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, മഹാനവരുടെ കാലുകളിൽ ഒരു വിരലിൽ ഒരു പഴുപ്പുണ്ടായിരുന്നു. വലിയ പണ്ഡിതനാണ്, വലിയ ആബിദാണ്, വലിയ മഹാനാണ്. അവിടുത്തെ കാലിന്റെ വിരലിൽ ഒരു ചെറിയ വിരലിന് അവിടുന്ന് പൗപ്പ് സംഭവിക്കുകയാണ്. അവിടുന്ന് വേദന അനുഭവപ്പെട്ട സമയത്ത് മഹാനവറുകൾ വൈദ്യന്മാരെ സമീപിക്കുകയാണ്. അങ്ങനെ ആ വൈദ്യന്മാർ തങ്ങളോട് പറയുകയാണ്, തങ്ങളെ, ഈ വിരൽ വല്ലാതെ പഴുത്തിരിക്കുന്നു, അതുകൊണ്ട് ഈ വിരൽ മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ ഈ പൗപ്പന്തിയും ഈ മുറിവിന്റെ പഴുപ്പ് മേലോട്ട് കയറാൻ സാധ്യതയുണ്ടെന്ന് വൈദ്യന്മാർ മഹാനവറുകളോട് പറഞ്ഞപ്പോൾ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങള് അത് അവർക്ക് കാല് മുറിക്കാൻ, ആ വിരല് മുറിക്കാനുള്ള സമ്മതം അവർക്ക് കൊടുക്കാതിരിക്കുകയാണ്. സമ്മതം കൊടുത്തില്ല. അങ്ങനെ ആ പൗപ്പ് ഒരുപാട് വന്നപ്പോൾ മഹാനവറുകളുടെ കാൽപ്പത്തിയിലേക്ക് പടരുകയാണ്. ആ വേദനയും ആ പൗപ്പും മഹാനവറുകളുടെ കാൽപ്പത്തിയിലേക്ക് എത്തുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ മഹാനവറുകൾ വീണ്ടും വൈദ്യന്മാരെ സമീപിച്ചു. അവിടുന്ന് വൈദ്യന്മാർ പറഞ്ഞത്, അല്ലയോ തങ്ങളെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞതല്ലേ, ഈ വിരലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പൗപ്പ് മുകളിലേക്ക് കയറുമെന്ന് പറഞ്ഞതല്ലേ, ഇനി കാൽപ്പത്തി മുറിക്കാതെ രക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് സമ്മതം കൊടുക്കുകയാണ്. ആ കാൽമുട്ട് മുറിക്കാൻ സമ്മതം കൊടുക്കുകയാണ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതാ വൈദ്യന്മാർക്ക് സമ്മതം കൊടുക്കുകയാണ്, കാൽമുറിക്കാൻ സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ വൈദ്യന്മാർ കാൽമുറിക്കാൻ അതാ മഹാനിന്റെ ചാരത്ത് വരികയാണ്. എങ്ങനെയാണ് മഹാന്റെ ചാരത്ത് വന്നതെന്നറിയുമോ? ഒരു കുപ്പി കള്ളുമായിട്ടാണ് മഹാനിന്റെ ചാരത്ത് വന്നത്. എന്നിട്ട് വൈദ്യന്മാരതാ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കയ്യിലേക്ക് അതാ മദ്യം കൊടുക്കുകയാണ്. ആ സമയത്തതാ ഉർവത്ത് തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ഈ സാധനമെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് വൈദ്യന്മാര് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ഒരു കുപ്പി കള്ളാണ് തങ്ങളെ. ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ബോധം നഷ്ടപ്പെടുകയും അതുവഴി വേദനയില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അങ്ങയുടെ കാലങ്ങ് മുറിക്കാമല്ലോ എന്ന് പറയുകയാണ്. ഓ 50ഉം 60ഉം കൊല്ലം നിസ്കരിച്ച് നിസ്കാരത്തയമ്പ് വന്ന വാപ്പാ, ഇതുപോലത്തെ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിച്ചു നോക്കണം. ഇങ്ങനെയുള്ള നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് നാം പരിശോധിച്ചു നോക്കണം. മഹാനായ ഉർവത്ത് തങ്ങൾ അതാ അവിടുന്ന് പറയുകയാണ്, ഞാൻ ഒരിക്കലും കള്ളു കുടിക്കുകയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കള്ള് കുടിക്കുകയില്ല എന്ന് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ വൈദ്യന്മാരോട് പറയുകയാണ്. എന്നിട്ടതാ ഉർവത്ത് തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്, അതിനൊരു മാർഗം ഞാൻ പറഞ്ഞു തരാ എന്ന് വൈദ്യന്മാരോട് പറയുകയാണ്.
ആ സമയത്തതാ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങള് ആ വൈദ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു മാറ്റാവുന്നതാണ്. ഞാൻ നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു മാറ്റാവുന്നതാണെന്ന് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ വൈദ്യന്മാരോട് പറയുകയാണ്. എന്നിട്ടതാ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങള് നിസ്കാരത്തിന് വേണ്ടിയിട്ട് വുളൂ എടുക്കുകയാണ്. അവിടുന്ന് വുളൂ എടുത്തുകൊണ്ട് നിസ്കാരപ്പായിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടുന്ന് നിസ്കാരം തുടങ്ങുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടതാ ഫാത്തിഹ സൂറത്ത് ഓതുകയാണ്. മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു നിങ്ങൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞു. പിന്നെ അതാ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്ത് ഓതുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫുഹു അവ ഇൻഖുസ്ഹു മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുസമ്മിലാണല്ലോ വല്ലാത്ത ഒരു സൂറത്താണ്. അതിന്റെ മഹത്വം നമുക്കറിയുമോ? മഹാനായ ഉർവത്ത് തങ്ങളോതുകയാണ്, ഇന്ന ലദൈനാ അൻകാലം വജഈമാ. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം അറിയുമെന്നറിയുമോ? എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം അറിയുമോ? സീരിയൽ കാണുന്ന ഇടയിൽ പരസ്യം വന്നാൽ ഓടിപ്പോയി കുത്തിമറിയുന്ന പെങ്ങളെ, ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയോ? അതിന്റെ മഹത്വം നീ മനസ്സിലാക്കിയോ? അറിയില്ലേ? ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ നമ്മളെ പോലെ ഒരു വിചാരമുള്ള പെണ്ണല്ലേ. മഹദി അവറുകളതാ സ്വന്തം കൈകൊണ്ടതാ കബർ കുഴിക്കുകയാണ്. ആ കബറിൽ നിന്ന് 4000 ഖത്മുകൾ ഓതിയതല്ലേ. ആ കബറിൽ ഇരുന്നു കൊണ്ട് ഇന്ന ലദൈനാ അൻകാലം വജഈമാ എന്ന ആയത്ത് ധാരാളം ഓതുമായിരുന്നല്ലോ. ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നഫീസ ബീബി റളിയല്ലാഹു തആല അൻഹാ മഹദി അവരുടെ ബോധം പോവുകയാണ്. അത്രയ്ക്കും പവറുള്ള ആയത്തല്ലോ. മഹാനായ ഉർവത്ത് തങ്ങളതാ നിസ്കാരത്തിൽ പ്രവേശിച്ചു എന്ന് മനസ്സിലാക്കിയ വൈദ്യരതാ അവിടുന്ന് കാലങ്ങ് മുറിക്കുകയാണ്. അവിടുന്നതാ മഹാനിന്റെ കാലങ്ങ് മുറിക്കുകയാണ്. എന്താണ് നിസ്കാരത്തിന്റെ പവർ എന്നറിയുമോ? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങളെ മരവിപ്പിച്ചില്ല, ഒരു മെഡിസിനും കൊടുത്തില്ല. അവിടുന്ന് ഒരു മയക്കുമരുന്നും വെച്ചില്ല. ഒന്നും വെക്കാതെ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങള് നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോ വൈദ്യന്മാരതാ അവിടുന്ന് കാലങ്ങ് മുറിക്കുകയാണ്. ഇന്ന് നമ്മുടെ നിസ്കാരം എങ്ങനെയാണ്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമേ, നമ്മുടെ നിസ്കാരം എങ്ങനെയാണ്? നമ്മുടെ ചെവിയുടെ അരികത്തുകൂടെ ഒരു പാറ്റ പോയി കഴിഞ്ഞാൽ, ഒരു കൊതുക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു കൊതുക് കുത്തിയാൽ നമ്മൾ അറിയുന്നില്ലേ? അപ്പോഴെങ്ങനെയാണ് നമ്മുടെ നിസ്കാരം? എങ്ങനെയാണ് നിസ്കാരത്തിൽ എത്രത്തോളം നാം അല്ലാഹുവിനെ ഓർക്കുന്നുണ്ട്? മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു തങ്ങള് ആ കാലങ്ങ് മുറിച്ചപ്പോ അറിഞ്ഞില്ലല്ലോ. ഇതാണ് നിസ്കാരം സഹോദരന്മാരെ. ഇങ്ങനത്തെ ഒരു നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
എന്തൊക്കെയാണ് നമ്മുടെ നിസ്കാരത്തിൽ ചിന്ത വരുന്നത്? നമ്മൾ എന്തൊക്കെയാണ് നിസ്കാരത്തിൽ ചിന്തിച്ചു കൂട്ടുന്നത്? നമ്മൾ നിയ്യത്ത് വെക്കാറുണ്ടോ? ഫാത്തിഹ ഓതാറുണ്ടോ? സൂറത്ത് ഓതാറുണ്ടോ? വേണ്ടതുപോലെ നിസ്കരിക്കാറുണ്ടോ? നമ്മുടെ ഈമാനൊന്ന് നാം പരിശോധിച്ചു നോക്കണ്ടേ? നാളെ റബ്ബിന്റെ മുന്നിലെത്തുമ്പോൾ, നാളെ അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ നാം ഹിസാബിന് മറുപടി പറയണ്ടേ? അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടേ? ഉമ്മ, പള്ളിക്ക് ചുറ്റുമുള്ള വീടുകളിൽ എത്രയാളുകൾ സുബഹിക്ക് കിടന്നുറങ്ങുന്നു? ഉമ്മ, എത്രയാളുകൾ കിടന്നുറങ്ങുന്ന സഹോദരാ? അള്ളാഹുവിന്റെ സുന്ദരമായ പള്ളിയുണ്ടല്ലോ, നല്ല കാർപ്പറ്റ് വിരിച്ച പള്ളിയാണല്ലോ, നല്ല മൈക്ക് ബോക്സുമുള്ള പള്ളിയാണല്ലോ. എന്നിട്ടതാ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലതാ സുബഹി നിസ്കരിക്കാതെ, അള്ളാഹുവിന്റെ പള്ളിയിൽ വരാതെ, ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കത്തിനേക്കാൾ ഏറ്റവും നല്ലത് നിസ്കാരമാണെന്ന് പറയുമ്പോ അതൊന്നും കേൾക്കാതെ കിടന്നുറങ്ങുന്ന സഹോദരാ, അതൊന്നും കേൾക്കാതെ കിടന്നുറങ്ങുന്ന മുസ്ലിമേ, നാളെ നമ്മൾ എവിടെയാണ് കിടന്നുറങ്ങേണ്ടതെന്ന ബോധം നമുക്കുണ്ടോ? ഇതിനൊക്കെ നാം മറുപടി പറയേണ്ടയോ? അള്ളാഹു തന്ന നിഅമത്തുകള്, അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകള്, ആ നിഅമത്തുകൾ നാം അനുഭവിച്ചുകൊണ്ട് ഒരു നന്ദിയും ചെയ്യാതെ എത്ര കാലമാണ് നാം പിടിച്ചു നിൽക്കുന്നത്? ഇത് നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ല മുസ്ലിമേ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഒരു വക്ത് നിസ്കാരം പോലും ഖളാക്കല്ല ഉമ്മ. പള്ളിയിൽ വന്ന് നിസ്കരിക്കാ എന്റെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ആ പള്ളിയിൽ വന്ന് നിസ്കരിക്കാ നമ്മുടെ മനസ്സ് നാം പാകപ്പെടുത്തണം ഉമ്മ. നമ്മുടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാ നമ്മുടെ മക്കളോട് നമ്മൾ കൽപ്പിക്കണം ഉമ്മ. എന്താണ് ജമാഅത്തിന്റെ പ്രതിഫലം നാം അറിയാതെ പോവുകയാണല്ലോ. ചില ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, അവര് ജമാഅത്തിന്റെ പവിത്രത അവർ മനസ്സിലാക്കുന്നില്ല.